ചൂരൽമലയിലെ ട്യൂഷൻ ടീച്ചറായ ഷഹീലയ്ക്ക് നഷ്ടപ്പെട്ടത് താൻ പഠിപ്പിച്ചിരുന്ന 25 കുട്ടികളെ. ടീച്ചറിൻ്റെ വീടും വാഹനവും എല്ലാം ദുരന്തം തകർത്തെറിഞ്ഞു. ടീച്ചറുടെ സങ്കടം 24 വാർത്തയാക്കിയിരുന്നു. ആ വാർത്തയെ തുടർന്ന് അമേരിക്കയിൽ നിന്ന് ഒരു ചെറിയ സഹായം ടീച്ചറെ തേടിയെത്തി. സുർജിത്ത് അയ്യപ്പ തയ്യാറാക്കിയ റിപ്പോർട്ട്. ചൂരൽമലയിൽ ഒറ്റ ട്യൂഷൻ സെൻ്ററേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വീടിനോട് ചേർന്ന് ഷഹീല ടീച്ചറുടെ ട്യൂഷൻ സെൻ്റർ. ഇവിടെയായിരുന്നു ട്യൂഷൻ ക്ലാസ്. ഈ കാണുന്നതായിരുന്നു ഇത് ഒരു ഭാഗമായിരുന്നു ട്യൂഷൻ ക്ലാസ്സിൻ്റെ. ഇവിടുന്ന് നേരെ അങ്ങോട്ടേക്കായിട്ടായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ ഒരു 40ഓളം പിള്ളേർ വന്നിരുന്നതായിരുന്നു. അതിലിപ്പോൾ 25 പിള്ളേരെ എനിക്ക് മിസ്സായി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടച്ചും എനിക്കിങ്ങനെ വെക്കുന്ന ഒരു വണ്ടിയായിരുന്നു. എപ്പോഴും എന്താ പറയുക, തലേ ദിവസം പോലും എൻ്റെ ഉപ്പ ഇത് കംപ്ലീറ്റ് ആയിട്ട് തുടച്ച് ഇതിൽ വെള്ളം വീഴാതിരിക്കുക ഇതിൻ്റെ മുകളിൽ ആദ്യം ഒരു തുണി ഇട്ട് അതിൻ്റെ പുറമെ ഒരു കവറിട്ട് ഭയങ്കര സേഫായിട്ട് കൊണ്ടു നടക്കുന്ന സാധനമാണ്. പക്ഷെ ഇതിങ്ങനെ കണ്ടപ്പോൾ എന്താ പറയുക, ഈ വാർത്ത പലരും കണ്ടു. എല്ലാം തിരികെ നൽകാൻ കഴിയില്ലെങ്കിലും ടീച്ചർക്ക് സഞ്ചരിക്കാൻ തകർന്ന സ്കൂട്ടറിന്റെ സ്ഥാനത്ത് പുതിയൊരു സ്കൂട്ടർ നൽകാൻ തീരുമാനിച്ചു. ചൂരൽമലയിൽ അന്നും ഇന്നുമുള്ള ഒരേയൊരു ട്യൂഷൻ ടീച്ചറായ ഷഹീല ടീച്ചർക്ക് സഹായവുമായി ന്യൂയോർക്കിലെ കേരള സമാജം ഓഫ് സ്റ്റേറ്റൻ ഐലൻഡ് വരുന്നു. ടീച്ചറിന് പുതിയ സ്കൂട്ടർ വാങ്ങുവാനുള്ള സാമ്പത്തിക സഹായം അസോസിയേഷൻ നൽകും. ഇതിനായുള്ള തുക കേരള സമാജം പ്രസിഡന്റ് ജിഷോ തോമസ് 24 USA ഹെഡ് ഓഫ് ഓപ്പറേഷൻസ് മധു കൊട്ടാരക്കരയെ ഏൽപ്പിച്ചു. വയനാട്ടിലെ ചൂരൽമലയിലെ ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് മുക്തി നേടാൻ ഷഹീല ടീച്ചർക്ക് ഇത് ഒരു കൈത്താങ്ങായിട്ട് നൽകാൻ ഞങ്ങൾ ഈ പ്രാവശ്യം താല്പര്യപ്പെടുന്നു. കൽപ്പറ്റയിൽ വെച്ച് 24 വാർത്താ സംഘം ഇന്ന് ഷഹീല ടീച്ചർക്ക് സ്കൂട്ടർ കൈമാറും. 24 വയനാട്. ഷഹീല ടീച്ചറുടെയും കുടുംബത്തിൻ്റെയും അനുഭവം 24 വാർത്തയാക്കിയതാണ്. ഈ വാർത്ത അനുസരിച്ച് ചില സഹായങ്ങൾ എത്തിയിട്ടുണ്ട്. ആ സഹായം കൈമാറുകയാണിന്ന്. എല്ലാം പൂർണ്ണമായി നൽകാൻ സാധിക്കുകയില്ല, പക്ഷേ അവർക്ക് നമ്മളാൽ ആവുന്നത് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു പ്രത്യാശ തന്നെയാണുള്ളത്. ഒരു സ്കൂട്ടർ വാങ്ങി നൽകാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് അവിടുത്തെ വിവിധ സംഘടനകളുടെ കൂട്ടായ്മയുടെ ഭാഗമായി അത്തരത്തിൽ മധു കൊട്ടാരക്കരയുടെ ഇടപെടലിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു സഹായം നൽകാൻ കൈമാറാൻ വേണ്ടി സാധിക്കുന്നത്. ആ ചടങ്ങിലേക്ക് കടക്കുകയാണ്. നമുക്കൊപ്പം ഈ ഷഹീല ടീച്ചറുണ്ട്, ഒപ്പം തന്നെ ഷഹീല ടീച്ചറുടെ അമ്മ സലീമയുണ്ട്, അമ്മയുടെ സഹോദരനായിട്ടുള്ള സൈനാസ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള ജസ്നയുണ്ട്, ഒപ്പം തന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ടുള്ള ആളുകളുണ്ട്. 24ൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾ 24 ഫ്ലവേഴ്സ് പ്രൊഡക്ഷൻ കൺട്രോൾ ആയിട്ടുള്ള സാനു പാച്ചോളം നമ്മോടൊപ്പം ഉണ്ട്, ഒപ്പം തന്നെ പ്രകാശൻ പള്ളത്ത്, മനു ദാമോദരൻ ഉൾപ്പെടെയുള്ളവർ നമ്മോടൊപ്പം ഉണ്ട്. നമ്മൾ ആ സ്കൂട്ടർ ടീച്ചർക്ക് കൈമാറുകയാണ്. നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷം കൂടിയാണിത്. ഇങ്ങനെ ഒരു സഹായം നമുക്ക് നൽകാൻ കഴിയുന്നു എന്നുള്ളത്. ടീച്ചറോട് തന്നെ ചോദിക്കാം, ടീച്ചർക്ക് എന്താണ് പങ്കുവയ്ക്കാനുള്ളത്? സന്തോഷം. ഇപ്പം 6 മാസം കഴിഞ്ഞു നമ്മൾ ഇവിടെ ഉരുളുപൊട്ടി കഴിഞ്ഞിട്ട്. അപ്പം അതിൻ്റെ ഓർമ്മകൾ എന്തായാലും നമുക്ക് മറക്കാൻ സാധിക്കില്ല. കാരണം എനിക്ക് നഷ്ടമായത് എൻ്റെ മക്കൾ, ഞാൻ പഠിപ്പിച്ച എൻ്റെ കുട്ടികൾ, അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്ന്, പിന്നെ എൻ്റെ അയൽവാസികൾ, നാട്ടുകാർ, എൻ്റെ നാട് എല്ലാം നഷ്ടമായി. അതിലൊരു ആശ്വാസമായിട്ടാണ് എനിക്കിപ്പോൾ ഈ വണ്ടി 24 എനിക്ക് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ 24ൻ്റെ ടീമിനോട് വളരെ കടപ്പാടും അതുപോലെ തന്നെ വളരെ നന്ദിയുണ്ട്. അതുപോലെ ഇത് സ്പോൺസർ ചെയ്തത് അമേരിക്കയിലുള്ളവരാണ്, അവർക്കും ഒരുപാട് നന്ദിയുണ്ട് എനിക്കിങ്ങനെ ഒരു വണ്ടി തന്നതിൽ. അതുപോലെ തന്നെ ഇപ്പം എന്താ പറയുക, നമുക്ക് സന്തോഷമുണ്ട്. എല്ലാം ഓവർകം ചെയ്ത് ഇപ്പോൾ വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഇത് ഓവർകം ചെയ്ത് വരാൻ എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്തത് 24ൻ്റെ അവർ തന്നെയാണ്. പ്രത്യേകിച്ച് സുർജിതേട്ടൻ, അതുപോലെ മനുവേട്ടൻ, എല്ലാവരും എന്നെ അന്ന് മുതൽ ഇന്ന് വരെ എന്നെ ഒത്തിരി കെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഇത്ര ഹാപ്പി ആയിട്ട് ഇവിടെ നിൽക്കുന്നത് ഈ വണ്ടിയുടെ അടുത്ത്. ഇനിയിപ്പം ഈ ഒരു സന്തോഷം പോലെ തന്നെ ഇനിയിപ്പോൾ വീട്, അതാണ് ഇനി അടുത്തത്. ഞങ്ങൾക്ക് ആ നാട്ടിലുള്ളവർക്കൊക്കെ ഇനി വീടാണ് വേണ്ടത്. അപ്പോൾ അതും എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് തരണം. ഇപ്പോൾ 6 മാസമായി വാടക കൊടുത്ത് നിൽക്കുക തന്നെയാണ്. ഇപ്പം ഞാനാണെങ്കിൽ തന്നെ എൻ്റെ ജോലി ഇപ്പോൾ ഇല്ല, ടീച്ചറാണെങ്കിൽ കൂടെ റിസൈൻ ചെയ്തു. അത് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ചായി. മെൻ്റലി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പം അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് വാടകയൊക്കെ കൊടുത്ത് നിൽക്കാനായിട്ട്. ഇപ്പോൾ ഉപ്പയാണെങ്കിലും
ഇപ്പം ഹോസ്പിറ്റലൈസ് ആണ്. അപ്പം അതുകൊണ്ട് അതുപോലെ തന്നെയാണ് ആ നാട്ടിലുള്ള എല്ലാവരും ബുദ്ധിമുട്ടിയിട്ടാണ് വാടകയൊക്കെ കിട്ടുന്നത്. 6 കിട്ടുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ 6 ആർക്കും ഒരു വാടകയ്ക്ക് വീട് കിട്ടുന്നില്ല. അതിലും കൂടുതലൊക്കെയാണ് വാടക വരുന്നത്. അപ്പോൾ ഈ 6 കിട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ലെങ്കിൽ ഇത് എത്ര മാസത്തോളം ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റും, ഇവർ ഈ ഗവൺമെൻറ് തരുന്നൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് വീട് വേണം. അത് ഗവൺമെൻറ് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ആക്കി തരണം. കൂടാതെ ഇപ്പം നമുക്ക് അവിടെ നഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഇപ്പോൾ വീട് ഓക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ ആ നാട്ടിൽ ഇനി പേടിച്ച് കഴിയുന്നവരുണ്ട്. ആ നാട് ഇനി ഒരിക്കലും നമുക്ക് വിശ്വസിച്ച് നിൽക്കാൻ പറ്റാത്ത നാടാണ്. കാരണം ഇപ്പോൾ ചെറിയൊരു ഭാഗമാണ് ഇപ്പോൾ പൊട്ടി വന്നിരിക്കുന്നത്. അപ്പം അവിടെ ഇനി താമസിക്കുന്ന ആൾക്കാർക്കും സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് അവരെ മാറ്റി പാർപ്പിക്കണം. അതും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇതിപ്പം നഷ്ടമായവർക്ക് മാത്രം എന്ന് പറഞ്ഞിട്ട് നിൽക്കാൻ പറ്റില്ല. ആ നാടിനെയും കൂടെ ഒന്ന് സംരക്ഷിക്കേണ്ട കടമയുണ്ട് ഗവൺമെൻറ്റിന്. അപ്പോൾ എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, ഇപ്പോൾ ഇതുപോലെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, ഓരോ ആഗ്രഹങ്ങൾ അവർക്കുണ്ട്, അതൊക്കെ ഗവൺമെൻറ് നടത്തി കൊടുക്കണം. പ്രത്യേകിച്ച് വീട്, ആ നാട്ടുകാരെല്ലാവരെയും ഇതുപോലെ ഒന്നിച്ച് നിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ സന്തോഷം. എന്തായാലും ഷഹീല ടീച്ചർക്ക് ഇനിയും ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി കഴിയട്ടെ. അവിടുത്തെ ട്യൂഷൻ ടീച്ചറായിരുന്നു, പക്ഷേ ഇപ്പോൾ ട്യൂഷൻ നൽകാൻ പോലും കഴിയാത്ത വിധത്തിൽ ആണ് നിൽക്കുന്നത്. എന്തായാലും കൂടുതൽ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയട്ടെ. അതിന് ഉപകാരമാകുന്ന വിധത്തിൽ ഞങ്ങൾ ചെയ്ത ഈ ഒരു സേവനം അതിന് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് മാറട്ടെ എന്നാണ് ആശംസിക്കുന്നത്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. എന്തായാലും ആ ടീച്ചർക്ക് സഹായം കൊടുക്കാൻ കഴിഞ്ഞു, സന്തോഷമുണ്ട്. ഷഹീല ടീച്ചർ ഹാപ്പിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ആ 25 കുട്ടികളെ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ഓർത്തുമ്പോൾ ടീച്ചറിന് ഇപ്പോഴും വിഷമമുണ്ട്.